കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലൂച്ചയുടെ പിള്ളേർ ഇന്നലെ ചാമ്പ്യൻ ലീഗിന്റെ സെമി ഫൈനലിൽ എമിറേറ്റ്സിൽ 1-0 ആദ്യ പാദ മത്സരം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആഴ്സണൽ സംബന്ധിച്ച് ഇത്രയൊരു ചാമ്പ്യൻ മെന്റാലിറ്റി കാണിക്കേണ്ട സമയത്ത് അതും ഒരു ഹോം ഗ്രൗണ്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കേണ്ട ആ ഒരു കളിയിൽ ഇതുമാത്രം ഒരു സ്ലോപ്പി പെർഫോമൻസ്, ഒട്ടും ബാക്കപ്പ് ചെയ്യുന്ന ആ ഒരു ഫാൻസിന് വേണ്ടിയും കളിച്ചൂടെ. 11 വർഷത്തിന് ശേഷമാണ് ഒരു ചാമ്പ്യൻ ലീഗിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ കടക്കുന്നത്. പക്ഷെ ആ ഒരു സീരിയസ്നെസ്സോടെ അല്ല ഇന്നലെ കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു റൈസും ആ റേയും മാത്രമേ ഇന്നലെ ആ ഒരു ആഴ്സണലിന്റെ ആ ഒരു പ്ലെയിൻ 11 അല്പം ഒരു എന്തോ ഒരു ആത്മാർത്ഥമായി കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ബാക്കി എല്ലാ പ്ലേയേഴ്സും ഈവൻ ട്രോസാർഡും അതുപോലെ തന്നെ മാർട്ടിനെല്ലിയും കണ്ട എന്ത് നല്ല ചാൻസുകളാണ് മിസ്സാക്കിയത്. അതേസമയം PSG കണ്ടുപിടിക്കും. PSG പ്ലേയേഴ്സ് എന്റെ പൊന്നെ പൊസിഷൻ ചെയ്ത് ഇപ്പൊ മാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് അവർ ഓരോ സമയത്തും പ്ലേയേഴ്സ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്. അതിൽ തന്നെ ഡെംബു ചെറുക്കൻ കഴിഞ്ഞ കളിയിൽ ലിവർപൂളിനെതിരെയും ഒരു നേരത്തെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. 11ാമത്തെ മിനിറ്റിലായിരുന്നു അന്ന് ലിവർപൂളുമായിട്ടുള്ള മാച്ച്. ഒരു എയർലി ഗോള് ഡെംബു സ്കോർ ചെയ്യുന്നത്. അതേ ഒരു സെയിം സീക്വൻസിലുള്ള ഒരു ഗോളാണ് ഇന്നലെ നേടിയത്. കാരണം അന്ന് മെൻഡിസ് ആണെന്നോ ഇതേപോലെ ഒരു ബാൾ അത് പാസ് ചെയ്ത് ഡെംബലേക്ക് നൽകുന്നുണ്ട്. ആ ഡെംബൽ ആ പാസ് ഡോവിന് കൊടുക്കുന്ന ഡോ ആണ് അത് ഷോട്ട് അടിക്കുന്നത്. പക്ഷെ ആ ഷോട്ട് ആ ഡിഫൻസീവിന്റെ ആ ഒരു ഇത് മൂലം ഡെംബലെയാണ് ഫിനിഷ് ചെയ്യുന്നത്. അന്ന് അതേ സെയിം സീക്വൻസിലുള്ള ഒരു മാച്ചാണ്, ഒരു ഗോളാണ് ഇന്നലെയും കണ്ടത്. 4ാമത്തെ മിനിറ്റ് മെൻഡിസ് തന്നെയാണ് ഇതേപോലെ ഒരു ബാള് അവിടെ ഡെംബിന് നൽകുന്നത്. ഡെംബു ആ സമയത്ത് ഒരു ഫോൾസ് ലൈൻ രീതിക്കാണ് ഡെംബു കളിക്കുന്നത്. ഒരു സൂപ്പർബ് പാസ്, ഒരു ആ കവർഷ്യലിങ്ങയുടെ ഫ്രീ ആണ്. ആ ഒരു കവർഷ്യ ഇത് നോക്കട്ടെ, ഡെംബുവിനെ ഒന്ന് പ്രസ് ചെയ്യാൻ പോലും അവിടെ ആ സമയത്ത് മെറീനോ ഉണ്ട്. ഡെംബുവിനെ മാർക്ക് ചെയ്യാൻ പോലും മെറീന ആ ഒരു പൊസിഷൻ നോക്കിയാൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോലും മെറീന അവിടെ നോക്കുന്നില്ല. ആ ഒരു പാസ് നേരെ ചെന്ന് കവാഷിയലി നൽകുന്നുണ്ട്. കർവാഷി ഇതേപോലെ വെയിറ്റ് ചെയ്ത് അവിടെ വീണ്ടും സാക്ക വളരെ സ്ലോപ്പ് ചെയ്ത് സാക്ക അവിടെ നിൽപ്പുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് ഒരു സെമി ഫൈനലാണ് എന്നൊരു ഇതോടെ കളിക്കി. അവിടെ ആരും പ്രസ് ചെയ്യുന്നില്ല. പിന്നെ 2 പേര് ഡിഫൻഡറായിട്ട് എനിക്ക് തോന്നുന്നു അന്നവിടെ ടിംബറും അതൊക്കെ റൈസുമാണെന്ന് തോന്നുന്നു അവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷെ അവിടെ നേരെ കവർഷിയ പാസ് ഡെംബലേക്ക് നൽകുന്നുണ്ട്. ഡെംബല ഒരു സൂപ്പർ ഫിനിഷ്, എൻ്റെ മോനെ അതൊരു വല്ലാത്തൊരു ഫിനിഷ് തന്നെ ഇടാം. ആ ഒരു ഫിനിഷ് ഇടത് കാലിലുള്ള ആ ഷോട്ടിൽ അവിടെ ആ ഗോൾ നേടുന്നുണ്ട്. ഇതേ സെയിം ഗോള് ലിവർപൂളിനെതിരെ നേടിയ അതേപോലത്തെ ഒരു എയർലി ഗോള് ഡെംബുവിനെ ഇന്നലെ മാർക്ക് ചെയ്യാനായിരുന്നു എനിക്കൊന്ന് ആഴ്സണൽ പ്ലേയേഴ്സിന് പറ്റാതെ പോയത്. കാരണം ഡെംബുവിന്റെ ആ ഒരു ടച്ച് നോക്കിയ ഇന്നത്തെ കളിയിലെ ടച്ചുകൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഡിഫൻഡിലും ഉണ്ടായിരുന്നു, മിഡ്ഫീൽഡിലും ഉണ്ടായിരുന്നു, റൈറ്റ് വിങ്ങറായിട്ടും ലെഫ്റ്റ് വിങ്ങറായിട്ടും എല്ലാ സ്ഥലത്തും ഡെംബു ഉണ്ടായിരുന്നു. ചെറുക്ക ആ പഴയ ബാർസലോണ ആണെങ്കിൽ ഒറ്റ സൈഡിൽ ഒരു റൈറ്റ് വിങ്ങർ മാത്രമേ അദ്ദേഹം കളിക്കുമായിരുന്നു. പിന്നെ ലെഫ്റ്റ് വിങ്ങറായിട്ട് മാത്രമേ കളിക്കുമായിരുന്നു. പക്ഷെ ലൂയിസ് എൻറിക്കെ ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ഡെംബുവിന്. ഒരു സമയത്ത് ലൂയിസ് എൻറിക്കയുമായിട്ട് ഡെംബു ഒരു ഉടക്കിന്റെ ഒരു വക്കിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പം ഡെംബു ഇല്ലാതെ PSG ചിന്തിക്കാനേ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഡെംബു ഇപ്പം PSG മാറ്റിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ ബാലൻഡിയർ റാങ്കിങ് നോക്കിയാൽ തന്നെ ഒരു ഈ സീസൺ ബാലൻഡിയർ നേടാൻ അർഹനായിട്ടുള്ള ഒരു 5ാമത്തെ സ്ഥാനത്തൊന്നും ഇപ്പൊ ഡെംബു എത്തിയിട്ടുണ്ട്. ഈ സീസണിൽ തന്നെ 44 മാച്ചിൽ 33 ഗോളുകളും 12 അസിസ്റ്റുകളും ഇപ്പം ഡെംബു നേടിയിട്ടുണ്ട്. അതിന് ഡെംബുവിന്റെ ഒറ്റ പ്രകടനം, ഡെംബുവിനെ മാർക്ക് ചെയ്യാൻ ഇന്നലെ ആഴ്സണൽ പ്ലേയേഴ്സിന് സാധിച്ചിരുന്നില്ല. എങ്കിലും ഒരു സെമി ഫൈനലിന്റെ ആ ഒരു ഇതിൽ കളിക്കാൻ ആഴ്സണൽ പ്ലേയേഴ്സ് ശ്രമിക്കണമായിരുന്നു. ആ ചാൻസുകൾ കൺവേർട്ട് ചെയ്യണമായിരുന്നു. നമുക്ക് കളിയിലോട്ട് വരികയാണെങ്കിൽ ഇന്നലെ ലൈനപ്പ് നോക്കിയായിരുന്ന നമ്മൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഒരു സെയിം ലൈനപ്പ് തന്നെയായിരുന്നു. കാരണം ഡേവിഡ് റിയ ഗോൾ കീപ്പറായിട്ടും, കീവിയറും സലിബയും സെന്റർ ബാക്കായിട്ടും, ലൂയിസ് കെല്ലി ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്കായിട്ട് ടിംബർ. മിഡ്ഫീൽഡിൽ ഇന്നലെ മെറീനയും അതുപോലെ തന്നെ ഒഡേഗാർഡും റൈസുമായിരുന്നു. അപ്പോൾ ഫോർവേഡായിട്ട് സാക്കയും മാർട്ടിനെല്ലിയും ട്രോസാർഡും വരുന്നത്. തിരിച്ച് PSG നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ഡൊണാറുമ്മ വേൾഡ് ക്ലാസ് സേവ്, 2 സേവുകൾ. ആ ഇടതും കയ്യിൽ ഒരു മുത്തം കൊടുക്കണം, കമ്മാതിരി സേവുകളാണ് ഡൊണാറുമ്മ ഇന്നലെ ചെയ്തത്. അപ്പോൾ ഡൊണാറുമ്മ ഗോൾ കീപ്പറായിട്ടും സെന്റർ ബാക്കായിട്ട് പാച്ചോയും മാർക്കിനസുമായിരുന്നു. റൈറ്റ് ബാക്കായിട്ട് ഹക്കീമിയും ലെഫ്റ്റ് ബാക്കായിട്ട് മെൻഡിസുമായിരുന്നു. അപ്പോൾ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ വിറ്റീനോ, ന്യൂവസ് അതുപോലെ തന്നെ ഫാബിയൻ റൂയിസ് ആയിരുന്നു. ഇപ്പോൾ സെന്റർ ഫോർവേഡായിട്ട്
കർവാഷിയയിലെയും അതുപോലെ തന്നെ ഡോവും ഡെംബലയുമായിരുന്നു. ഡെംബലെ സെന്റർ ഫോർവേഡ് ആയിട്ടാണ് കളി. പക്ഷെ ഡെംബലിന്റെ പൊസിഷൻ ഏതെന്ന് പോലും ഇന്നത്തെ കളിയിൽ മനസ്സിലായി. കാരണം അമ്മാരിക്ക് എല്ലാ പൊസിഷനും ഇന്നലെ ഡെംബലിലെ കളിച്ചിരുന്നു. 3 ചാൻസുകൾ ആർസണൽ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മാർട്ടിനെല്ലി എന്തുകൊണ്ട് ഇത്രയും നല്ല സീരിയസ് ആയിട്ട് എടുക്കേണ്ട കളി ഇത്രയും സ്ലോപ്പി ആയിട്ട് പാസ് ചെയ്യുന്നു? ആ ഒരു സമയത്ത് ഒരു 21ാമത്തെ മിനിറ്റിനാണെന്നോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു പാസ്, ഒരു ബാള് ആ ഒരു എഡ്ജിൽ നിന്ന്, പെനാൽറ്റി ബോക്സ് എഡ്ജിൽ നിന്ന് മാർട്ടിനിലേക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ മെറീനയും അതുപോലെ തന്നെ ട്രോസാർഡും ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഷോട്ട് എടുക്കാനാണ് മാർട്ടിനെ ശ്രമിച്ചത്. ആ ഒരു പാസ് കറക്റ്റ് സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരു ഷോട്ട് അവർക്ക് പറ്റിയൊരു ഷോട്ടായിരുന്നു. പക്ഷെ അവിടെ സ്വന്തമായിട്ട് ഷോട്ടാക്കാനാണ് അവിടെ മാർട്ടിനെ ശ്രമിച്ചത്. ഫസ്റ്റ് ഗോൾ നേരത്തെ പറഞ്ഞ ഡെംബിലെ ആ ഒരു കിടിലം മൂവ്മെന്റിൽ തന്നെ ആ ഒരു ഡെംബിലെ തന്നെയാണ് ആ ഗോളിന് അവസരം ഒരുക്കിയതും, ഡെംബിലെ തന്നെയാണ് ഫിനിഷ് ചെയ്തതും. പിന്നെ അതിനുശേഷം ഒരു ഇൻസിഡന്റ് വരുന്നുണ്ട്. കവർഷയിലെ അവിടെ ടിംബർ ഫൗൾ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ്. അത് ക്ലിയർ പെനാൽറ്റി തന്നെയായിരുന്നു. കാരണം ഒരു ഹാൻഡ് വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന രീതിക്കല്ല, ഹാൻഡ് വെച്ച് ഒരു അല്പം അവിടെ ഒരു പുഷ് അവിടെ വരുന്നുണ്ട്, ഒരു വലിക്കുന്ന രീതിക്ക് അവിടെ ഒരു ഇൻസിഡന്റ് വരുന്നുണ്ട്. പക്ഷെ അത് ക്ലിയർ പെനാൽറ്റി തന്നെയാണ്. എന്തുകൊണ്ട് റഫറി അത് പെനാൽറ്റി കൊടുത്തില്ല? അതുപോലെ തന്നെ ഇങ്ങ് ആർസണലിന്റെ ഇത് നോക്കുകയാണെങ്കിൽ ആർസണൽ ഫസ്റ്റ് മാർട്ടിനിലേക്കാണ് ഒരു ചാൻസ് വരുന്നത്. മാർട്ടിനിലേക്ക് 2 ചാൻസ് ഇന്നലെ ഉണ്ടായിരുന്നു. ആ ഒരു ഷോട്ട്, ഒരു സൂപ്പർ സേവാണ് അവിടെ ഡൊണ്ണുറാമ മാർട്ടിനിന്റെ ആ ഷോട്ട് സേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സാക്കയുടെ ഒരു ക്രോസിൽ മാർട്ടിനെല്ലി ഒരു സൂപ്പർ ചാൻസ് തന്നെ അതും. കാരണം ഒന്ന് അഡ്വാൻസ് ആയിട്ട് നിൽക്കാമായിരുന്നു മാർട്ടിനിലേക്ക് അവിടെ. പക്ഷെ മാർട്ടിനിലേക്ക് ആ ഷോട്ട് അത് പുറത്താണ് പോകുന്നത്. അത് ആ ഒരു ഗോൾ സ്കോറിങ് ചാൻസ് തന്നെയായിരുന്നു അത്. പിന്നെ വന്നത് റൈസ് ആ മിഡ്ഫീൽഡിൽ നിന്ന് ആ ഗ്രൗണ്ടിന്റെ പകുതിയിൽ നിന്ന് എടുക്കുന്ന ബാള് ഒരു സൂപ്പർ പാസ് ട്രോസാർഡ് നൽകുന്നുണ്ട്. ട്രോസാർഡിന്റെ ആ ഇടം കാലുള്ള സേവ്, ഡൊണുറമയുടെ ആ ഇടം കൈയുള്ള ഒരു ട്രോസാർഡിന്റെ ഇടം കാല കൊണ്ടുള്ള ആ ഷോട്ട് ഡൊണുറമയുടെ ആ ഇടം കൈയുള്ള സേവ് ആയിട്ടാണ് പിന്നെ കലാശിക്കുന്നത്. അതിന്റെ മോനെ അത് വല്ലാത്തൊരു സേവ് തന്നെ കേട്ടോ. ആ ഒരു ഗോളെന്ന് ഉറച്ചൊരു ഷോട്ട്, ഗോളിനെ തടുക്കുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ സേവാണ് അവിടെ ഡൊണുറമ ചെയ്തത്. ഈ സീസൺ തന്നെ ഇപ്പം ഇംഗ്ലീഷ് ടീമിന്റെ കൂടെ 3 പ്രാവശ്യം കളിച്ചു. അന്ന് ലിവർപൂളിനെതിരെ 5 സേവുകൾ, 2 പെനാൽറ്റി സേവുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ 5 സേവുകൾ. ഇന്നലത്തെ ആർസണലിനെതിരെ 3 സേവുകൾ. എല്ലാം ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി വന്ന സേവുകൾ, ഒരു രക്ഷയില്ലാത്ത സേവുകളാണ് ഡൊണ്ണുറാമ ഇന്നലെ ചെയ്തത്. പിള്ളേരെ പറയുമ്പോൾ ഡൊണ്ണുറാമിനെ എടുത്ത് പറയാതെ പോയിരിക്കാൻ പറ്റില്ല. കാരണം ഡൊണ്ണുറാമ ഈ സീസണിൽ തന്നെ ഒരു 1 ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന് വേണം പറയാൻ. പിന്നെ ആർസണൽ നോക്കുകയാണെങ്കിൽ മാൻ മാർക്കിംഗ് ചെയ്യുന്നുണ്ട്, കയറി പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഗോളിന്റെ അവസരങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നലെ മിഡ്ഫീൽഡ് ഓഡഗാർഡും അതുപോലെ തന്നെ മെറിനെയും പക്ക മോശമായിരുന്നു. ഓഡഗാർഡ് ഇന്നലെ 5 പ്രാവശ്യം ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, 5 പ്രാവശ്യം ഫെയിൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നില്ല, പൊസിഷൻ മിസ്സാക്കുന്നുണ്ട്, നല്ല ആക്യുറസി ആയിട്ടുള്ള പാസുകളില്ല. മൊത്തത്തിൽ ഇന്നലെ ഓഡഗാർഡ് ഈ സീസണിലെ ഓഡഗാർഡിന്റെ പക്ക മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഓഡഗാർഡിന്റെ അടുക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ സാക്കയ്ക്ക് 20 മിനിറ്റ് വരെയും PSG ഒരു വല്ലാത്ത ജാതി ഒരു പ്രകടനം തന്നെയാണ് 20 മിനിറ്റ് വരെയും കണ്ടത് ഫസ്റ്റ് ഹാഫിൽ. കാരണം സാക്കയ്ക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് 21ാമത്തെ മിനിറ്റാണ് സാക്കയ്ക്ക് ബാൾ കിട്ടുന്നത് തന്നെ. സാക്കയ്ക്ക് ഒരുവിധം എനിക്കൊന്ന് മെൻഡിസ് സാക്കയെ ഒരുവിധം ബ്ലോക്ക് ചെയ്തു, സാക്കയെ വരുതിയിലാക്കിയിരുന്നു. കാരണം സാക്കയ്ക്ക് ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 2-3 ക്രോസുകൾ ചെയ്തിരുന്നു, അതിൽ തന്നെ ഒരു ബ്ലോക്ക് മെൻഡിസ് ചെയ്യുന്നുണ്ട്. അവിടെ സാക്ക പുഷ് ചെയ്യുന്നു, അവിടെ റഫറി ഫൗൾ വിളിക്കുന്നു. ആ ഒരു ദേഷ്യത്തിൽ സാക്ക ബോൾ അടിച്ചു കളയുന്നു. അവിടെ റഫറി സാക്കയ്ക്ക് പെനാൽറ്റി കൊടുക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഡാവിഡ് റേന്റെ ആ സേവ് ആണ്. ഒരു കവർഷ്യയിലെ ഡോവിന്റെ ഒരു ഷോട്ട് അവിടെ ഡാവിഡ് റേ സൂപ്പർ സേവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ PSG സംബന്ധിച്ച് നോക്കിയാൽ എല്ലാം ഒന്നിനൊന്ന് മികച്ച പ്രകടനം. ഇന്നലെ എനിക്കൊന്ന് വിറ്റീനൊക്കെയാണെന്നു ആ MVP ആ ട്രോഫി നൽകിയത്. പക്ഷെ എനിക്കൊന്നു ഡെംബലയ്ക്കും അർഹനായിരുന്നു, ഡൊണ്ണുറമയും അർഹനായിരുന്നു. കാരണം വിറ്റിന സൂപ്പറായിരുന്നു. കാരണം മിഡ്ഫീൽഡിൽ ഇന്നലെ സൂപ്പറായിട്ട് റൈസിനെ എന്നല്ല മെറീനെ എല്ലാം അവരൊക്കെ തകർത്ത് കളയുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് വെറ്റിന നടത്തിയത്. എനിക്കൊന്നു ഈ അഷ്റഫ് ഹക്കീമൊക്കെ അറ്റാക്കിലോട്ട് പോകുമ്പോൾ അവിടുത്തെ ആ ഒരു ഡിഫൻസ് വിറ്റിനെയും ന്യൂവസുമായിരുന്നു അവിടെ നോക്കിയിരുന്നത്. കാരണം ലൂച്ച ഒരു രക്ഷയില്ലാത്ത ടാക്ടിക്സ് തന്നെ കേട്ടോ. കാരണം അവർക്ക് ആവശ്യമുള്ള ഫ്രീഡം PSG പ്ലേയേഴ്സിന് ആവശ്യമുള്ള ഫ്രീഡം നൽകുന്നുണ്ട്. കാരണം ഏത് പൊസിഷനിൽ അവർക്ക് പോയി കളിക്കാം.
പക്ഷെ ആ പൊസിഷൻ അവിടെ വേറൊരാൾ കീപ്പ് ചെയ്യണം എന്നൊരു നിബന്ധന വെച്ച് ആ നിബന്ധന പൂർണ്ണമായി അവർ സ്വീകരിക്കുന്ന രീതിക്കാണ് അവരുടെ ആ പ്രകടനം. കാരണം ഒരു പൊസിഷൻ ചെയ്ത ഒരാൾ പോയാൽ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി മറ്റൊരാൾ അവിടെ വരുന്നുണ്ട്. ആ ഒരു കളിയാണ് ഇന്നലെ ആഴ്സണലിന്റെ അടുത്ത് നിന്ന് കാണാൻ സാധിക്കാത്തത്. പിന്നെ അവസാന നിമിഷത്തിൽ ബാർക്കോളയ്ക്ക് ഒരു ചാൻസ് വരുന്നുണ്ട്. എൻ്റെ മോനെ ആ ഒരു ഗോൾ ആവുമായിരുന്നെങ്കിൽ എന്തായാലും സെമി ഫൈനൽ ടൈസ് അവിടെ ഓവർ ആവും. കാരണം ഇനിയിപ്പോൾ അടുത്ത് കളി വരാൻ പോകുന്നത് പാർക്ക് ഡി പ്രിൻസസിലാണ്, അതും PSG ഹോം ഗ്രൗണ്ടിൽ. അവിടെ എന്തായാലും ആഴ്സണലിൽ ഒരു റെമൻറ്റാടെ പ്രതീക്ഷിച്ച് പോകുന്ന ഒരു ആഴ്സണലിന്റെ കാര്യം വളരെയധികം ശോകമായിരിക്കും ആ ഒരു രണ്ടാമത്തെ ഗോൾ വീണിരുന്നുവെങ്കിൽ. കാരണം 11 പേരും അതുപോലെ തന്നെ 12-മനായും ആ PSG ആരാധകരെയും ആഴ്സണൽ തോൽപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു ചാൻസ് വരുന്നത് അവിടെ സെർജിയോ റാമോസിനാണ് ഒരു ചാൻസ് വരുന്നത്. അതും ഒരു ഗോൾ സ്കോറിംഗ് ചാൻസ്. അത് അഷ്റഫ് ഹക്കീമി നൽകുന്ന ഒരു ലോങ് ബാള് അവിടെ റാമോസ് സ്വീകരിക്കുകയും റാമോസിന്റെ ആ ഷോട്ട് അല്പം ബാറിന്റെ മേലിലൂടെ പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു ക്ലിയറൻസ്, ന്യൂസിന്റെ ഒരു ക്ലിയറൻസിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അത് സ്ലോപ്പി മെറീന, എൻ്റെ മോനെ, അത് ട്രോസാർഡ് നൽകുന്ന ഒരു പാസ്, ഒരു ഗോൾ സ്കോറിംഗ് പാസ്സാണ്. ഇത്രയും മോൺസ്റ്റർ ഹൈ പ്രസ്സിംഗ് നടത്തുന്ന ഒരു പാരിസ് സെന്റ് ടീമിന്റെ അടുക്ക് ഇത്രയും സ്ലോപ്പി ആയിട്ട് കളിച്ചാൽ പിന്നെ അവരെങ്ങനെ ആ ബോൾ ക്ലിയർ ചെയ്തിരിക്കും? അത് സ്ലോപ്പി ആയിട്ട്, അത് തികച്ചും അതും ഒരു ഗോൾ സ്കോറിംഗ് ചാൻസ് തന്നെയാണ്. അവിടെ ന്യൂസ് വന്ന് അത് ക്ലിയർ ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സലീബയുടെ ഒരു ക്ലിയറൻസ് അവിടെ വരുന്നുണ്ട്. അത് ആരായിരുന്നു അത് ഷോട്ട് ചെയ്യാൻ വന്നത്? കവർശയിലാണ് തോന്നുന്നു അവിടെ ഷോട്ടിന് അത് നോക്കിയത്. പക്ഷെ അവിടെ സലീബയുടെ ഒരു സൂപ്പർ ടാക്കിള്. എന്നാലും രണ്ടാമത്തെ ഒരു ഗോൾ അവിടെ വീണിരുന്നുവെങ്കിൽ ഇന്നലത്തോടെ എനിക്ക് തോന്നുന്നു ആ സെമി ഫൈനൽ അവസാനിച്ചിട്ടുണ്ട്. റിമൻഡാടെ എല്ലാം ഓർമ്മ മാത്രമായി പോവുമായിരുന്നു ആഴ്സണലിന്. എന്തായാലും ഒരു ഗോൾ ചുരുക്കിയത് ആഴ്സണൽ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ആഴ്സണൽ തിരിച്ചു വരാൻ ഏറ്റവും നല്ലൊരു സമയം ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ആഴ്സണൽ തിരിച്ചു വരാം. ഇനിയിപ്പോൾ അടുത്ത കളിയിൽ പാർട്ടി ആ ഒരു സസ്പെൻഷൻ കഴിഞ്ഞ പാർട്ടി ഇപ്പൊ അടുത്ത കളിയിൽ പാർക്ക് ഡി പ്രിൻസസിൽ ചിലപ്പം ആഴ്സണലിന്റെ ലൈനപ്പ് തിരിച്ചു വരാം. അപ്പം ഒരല്പം കൂടെ മിഡ്ഫീൽഡ് അല്പം സ്ട്രോങ് ആവും. ഇന്നലെ ഒരു പാർട്ടിയുടെ ഒരു മിസ് അവിടെ ഒരു ആഴ്സണലിന്റെ മിഡ്ഫീൽഡിൽ കാണുന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ എനിക്ക് തോന്നുന്നു റൈസും റേയും ഒഴിച്ചാൽ പിന്നെ ബാക്കി എല്ലാവരും ശോകമായിരുന്നു. സലീബര ആ ഒരു ഇന്റർസെപ്ഷൻ കൊണ്ട് നല്ല സൂപ്പർ ടാക്കിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ PSG ആ ഒരു പ്ലേയേഴ്സിന്റെ പ്രകടനം, എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത പ്രകടനം. അവർ അർഹിച്ച വിജയം തന്നെ നേടിയത്. അർഹിച്ച വിജയമല്ല, 1-2 സ്കോർ, ഒരു ഗോൾ സ്കോറിംഗ് ചാൻസ് ആണ് അവിടെ മിസ് ചെയ്തത്. അതും കൂടെ വീണിരുന്നെങ്കിൽ പിന്നെ കളി ഇന്നലെ തന്നെ അവസാനിക്കുമായിരുന്നു. എങ്കിലും അടുത്ത സെക്കൻഡ് ലെഗ് പ്രതീക്ഷയിലാണ് ആഴ്സണൽ ആരാധകരും അതുപോലെ ആഴ്സണലിലെ മാനേജ്മെന്റും. ഇതേപോലത്തെ ഒരു സ്ലോപ്പി പെർഫോമൻസ് കൊണ്ട് അവിടെ പോവുകയാണെങ്കിൽ അവിടെ ഈ കളിയൊന്നും നടക്കില്ല. തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ സീരിയസ്നെസ് ആയിട്ട് തന്നെ ആഴ്സണൽ കളിക്കേണ്ടതുണ്ട്. അപ്പം ടാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ ലൂച്ചർ ആ മാസ്റ്റർ മൈൻഡിനെയാണ് ഇന്നലെ എമിറേറ്റ്സിൽ കണ്ടത്. കാരണം ആഴ്സണൽ പോലത്തെ ഒരു പ്രസ്സിംഗ് ടീമിനാണ് ആഴ്സണൽ. അവിടെ ഹോം ഗ്രൗണ്ടിൽ വന്ന ഒരു 1-0 ഒരു വിജയം, അത് തികച്ചും അഭിനന്ദനീയമായ ഒരു വിജയം തന്നെയാണ് ഇന്നലെ PSG നേടിയത്. എങ്കിലും ഇനിയിപ്പോൾ സെക്കൻഡ് ലെഗിൽ റെമൻഡോഡയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആഴ്സണലിന്റെ ആരാധകർ. അപ്പം നല്ലൊരു കളിക്ക് വേണ്ടിയായിരിക്കും ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. അപ്പൊ ഇന്ന് നല്ലൊരു കളി നമുക്ക് വരാനുണ്ട്. ബാർസലോണയും ഇന്റർ മിലാനും തമ്മിലുള്ള ഒരു സൂപ്പർ മാച്ച് ഇന്ന് നമുക്ക് വരാനുണ്ട്. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നത് വരെയും